നമസ്കാരം, എൻ്റെ കുട്ടികൾക്കും സുഹൃത്ത് സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പോൾ +2 ഫെയിലായ കുട്ടികൾ അടുത്ത വർഷം എഴുതാനിരിക്കുകയാണ്. അപ്പോൾ ആദ്യം മിക്കവാറും +1 ഇംപ്രൂവ്മെൻ്റ് ആണ് നടക്കാൻ സാധ്യത. അത് കഴിഞ്ഞിട്ടായിരിക്കും +2 റെഗുലർ, അത് കഴിഞ്ഞിട്ടാണ് +2 സേ. ഇതാണ് അതിൻ്റെ സാധാരണ ഒരു കണക്ക്. അപ്പോൾ കുട്ടികൾ പലരും ചോദിക്കുന്നത് ഏത് എഴുതണം, ഇപ്പോഴും കൺഫ്യൂഷൻ ഒഴിയാതെ നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഒന്ന് രണ്ട് അടുത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് +1 ഇനി നമ്മൾ എഴുതി കഴിഞ്ഞാൽ +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയാൽ പഴയ +1 നഷ്ടപ്പെടുമെന്ന് പറയുന്നു. ചിലപ്പോൾ അവർക്ക് നല്ല ഒരുവിധം മാർക്ക് ഉണ്ടാവും, ഒരു 17 ചിലപ്പോൾ 18 ഉണ്ടാവും. അതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ ആ പഴയ മാർക്ക് നഷ്ടപ്പെട്ടിട്ട് ഇനി പുതുതായിരിക്കും എടുക്കുന്നത്, ബെസ്റ്റ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ ക്ലാരിഫിക്കേഷൻ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കും. അത് കൃത്യമായിട്ട് നിങ്ങളോട് എത്തിക്കാനിരിക്കുകയാണ്. അല്ല നമ്മൾ വന്നിട്ട് ചുമ്മാതെ നിങ്ങളുടെ ജീവിതം വെച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അതറിയും. അതിനൊക്കെ സമയമുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഉറപ്പായിട്ടും എഴുതേണ്ട ചില സ്ട്രാറ്റജി ഉണ്ട്. മീൻസ് പലർക്കും കിട്ടിയ മാർക്കുകൾ നോക്കുമ്പോൾ +1ഉം +2ഉം കൂടെ നോക്കുമ്പോൾ ഏത് എഴുതണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചിലർക്ക് +2 ഭയങ്കര ടഫ് ആയതുകൊണ്ട് +1 തന്നെ എഴുതി +2വിനെയും കൂടെ മാർക്ക് വാങ്ങിച്ച് ജയിക്കാം എന്നൊരു ധാരണ വന്നിട്ടുണ്ട്. ഞാൻ പല കേസുകൾ നിങ്ങളെന്ന് കാണിക്കാം. അത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഏത് എഴുതണം എന്നുള്ളത് ഏകദേശം ഒരു തീരുമാനമെടുക്കാൻ. ഈ 3 കേസുകൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും ചിലപ്പോൾ ഇതേപോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം വരാം, ചിലർക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമൊക്കെ ആയിരിക്കാം. എന്നാലും ഞാൻ ഇങ്ങനെ ഒത്തിരി കുട്ടികളാണ് നമ്മളെ വിളിക്കാറുള്ളത്. നിങ്ങൾ നോക്കിക്കേ, എ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് കിട്ടിയത് +1ൽ 14 +2ൽ 16. ഏതൊരു സബ്ജക്റ്റ്, നമ്മൾ സബ്ജക്റ്റ് ഒന്നും പറയുന്നില്ല, സയൻസ് ആണ്, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ. ഓക്കെ. ബി എന്ന് പറയുന്ന കുട്ടിക്ക് +1ൽ 15 കിട്ടി, +2ൽ 12 കിട്ടി. സി എന്ന് പറയുന്ന കുട്ടിക്ക് +1ൽ 10, +2ൽ 17. അപ്പോൾ ഇതിൽ ഏത് എഴുതും എന്നുള്ള ഒരു രീതി കൂടെ ചിലർ പറയുന്നത് സാറേ ഏത് എഴുതണം എന്ന് പറയും. അപ്പം ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ഈ കേസിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ എഴുതും? +1 എഴുതുമോ +2 എഴുതുമോ? രണ്ടിനും ജയിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ രണ്ടിനും ജയിക്കാത്ത പക്ഷം നമുക്ക് എന്തായാലും ഒരാളെ എഴുതി മാത്രമായിട്ട് ജയിക്കാം, ഇല്ലെങ്കിൽ രണ്ടും കൂടി എഴുതി വേണമെങ്കിലും ജയിക്കാം. അപ്പോൾ നിങ്ങളിവിടെ പ്രിഫർ ചെയ്യുന്നത് ചിലർ എന്താണെന്നറിയാൻ പറയുന്നത്, ചിലർ കൂടുതലും പറയുന്നത് എന്തറിയാമോ, +1 എഴുതി ഞാൻ പഠിച്ചങ്ങ് പാസ്സായോളം +2വിനെ ഞാൻ തൊടുന്നില്ല, +2 ഭയങ്കര ടഫാണ്, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് +1 തന്നെ എഴുതി ഇത്തിരി കൂടുതൽ മാർക്ക് വാങ്ങാം. കാരണം ഇവിടെ +2വിൽ ഇപ്പോൾ 16 ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ +2 ഒന്ന് പാസ്സായല്ലേ. ഈ 2 മാർക്ക് ഇവിടെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്കിനി വേണ്ടത് 14 14 ഒരു 4 കൂടെ ഉണ്ടെങ്കിൽ 18 അപ്പോൾ +1 പാസ്സായി. ഇവിടെ ഉള്ള 2 ഉണ്ടല്ലോ പുറത്ത്, 16 ഉള്ള 2 കൂടെ ഇവിടെ വാങ്ങിച്ച് 20 ആക്കിയാൽ മതി എന്നുള്ള 20. ഓക്കെ. അപ്പോൾ 20ഉം ഈ പഴയ 16 ചേർത്ത് 36 ആക്കാം. അപ്പോൾ +2 പഠിക്കണ്ട എന്നുള്ളൊരു ധാരണ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നോട്ടത്തിൽ അതൊരു അപകടകരമായിട്ടുള്ള തീരുമാനമായിരിക്കും. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ +2 പാസ്സായെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ +1 മാത്രം എഴുതി +2 എഴുതാതെ പാസ്സായി. നമ്മൾ എവിടെയെങ്കിലും കേരളം വിട്ട് എവിടെയും ചെല്ലുമ്പോൾ ചിലപ്പോൾ ചിലയിടത്ത് +2വിൻ്റെ മാർക്കായിരിക്കും അവർ ചോദിക്കുന്നത്. +2 നീ ജയിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് +2വിൻ്റെ മാത്രമായിട്ട് എടുത്ത് കാണിക്കുമ്പോൾ 16 എടുത്ത് കാണിക്കും. നമുക്ക് 60ൽ 18 വേണ്ടത് 16 ഉള്ളൂ. ഓക്കെ. അങ്ങനെ വരുമ്പോൾ അവർ നോക്കുമ്പോൾ ഇത് ഫെയിലായി പോയല്ലോ എന്നുള്ളൊരു ധാരണയുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ കേസിലൊക്കെ നിങ്ങൾ +2വിനെ ഉറപ്പായിട്ടും ജയിക്കാനുള്ള രീതിയിൽ കൂടെ പാസ്സായിരിക്കണം. ഇപ്പോൾ 16 ഉള്ളുവെങ്കിൽ അതങ്ങ് എഴുതിയേക്കണം. ഇതിൻ്റെ ബാക്കിയും കൂടെ അവിടെ വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ ബാക്കിയും കൂടെ അവിടെ, ഇപ്പോൾ ഇവിടെ നമുക്ക് 4 വേണ്ടത്, ഇവിടെ 16 ഉള്ളൂ. അപ്പോൾ ഈ നമുക്ക് വേണ്ടത് ഇവിടെ നോക്കിക്കേ 14 ഉള്ളൂ. ഈ 14 നമുക്കിനി എത്ര കൂടെ വേണം? 22 കൂടി വേണം. അപ്പോൾ ഈ 16 എന്നുള്ളത് 22 ആക്കിയാൽ നിങ്ങൾക്ക് രണ്ടും പാസ്സായി, ഗുണമുണ്ട്, പ്രയോജനമുണ്ട്. ഓക്കെ. ആ രീതിയിൽ കൂടെ ചെയ്യാവുള്ളൂ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി ഇതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് തരും. ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾ ഉറപ്പിച്ച് ജയിപ്പിക്കുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകൾ, അതിനോടൊപ്പം നോട്ട്സ്, അതിനോടുള്ള ഇൻസ്ട്രക്ഷൻസ്, ലാസ്റ്റിലൊരു ക്വസ്റ്റ്യൻ പാക്കേജ്, എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻ പാക്കേജും തരും. ജോയിൻ ചെയ്താൽ മതി. ഇക്വേഷൻ ബുക്കിലേക്ക് നിങ്ങൾക്ക് ഫോർമുലാസുകളെല്ലാം ഉള്ളത് വീട്ടിലോട്ട് പോസ്റ്റിലായിട്ട് അയച്ചും തരും. ഓക്കെ. എല്ലാ ചാപ്റ്റേഴ്സിനെയും ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ ചാപ്റ്റർ വൈസായിട്ട് നോട്ട്സും തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ലാസ്റ്റ് ഞാൻ തരുന്ന റിവിഷന് വേണ്ടിയുള്ള ക്വസ്റ്റ്യനും ആൻസറുകൾ വെച്ച് വേണ്ടവണ്ണം ഫൈനലായിട്ട് നമുക്ക് കൺക്ലൂഷൻ നടത്തി ഉറപ്പിക്കാൻ. ഓക്കെ. ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. 1 പേപ്പർ ഇത്രയേ ഉള്ളൂ കേട്ടോ മോനെ, ഇത്രമേ ഉള്ളൂ. ഒരു വർഷത്തേക്ക് അടുത്ത വർഷം വരെയുള്ള എക്സാമിന്. ഓക്കെ.
അപ്പം ഒട്ടും മടിക്കേണ്ട, മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇത് എഴുതാനുള്ള ഒത്തിരി കുട്ടികളെ നിങ്ങൾക്കും അറിയാം, ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതി നോക്കുമ്പോൾ ഇവിടെയും നോക്കിക്കേ, +1 15 ഉണ്ട്, +2 12 ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ +2 ഉറപ്പായിട്ടും എഴുതിയിരിക്കും അല്ലേ? ഉറപ്പായിട്ട് എഴുതും. കാരണം എന്തുകൊണ്ടാണ്? 12 ഉള്ളൂ, ഇത് 15 ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും +1 വേണമെങ്കിൽ ഒഴിവാക്കാം, എന്നിട്ട് +2 മാത്രം എഴുതുക. +2 എഴുതുമ്പോൾ ഇവിടെ നമുക്ക് എത്ര വേണ്ട? ഒരു 3 മാർക്കിൻ്റെ ഒരു കുറവുണ്ട് അല്ലേ 18 ആവാൻ. ഇവിടെ എത്ര ഉണ്ട്? 6 മാർക്കിൻ്റെ കൂടെ കുറവുണ്ട് അല്ലേ? അപ്പോൾ 12 6 18. ഇവിടെ ജയിക്കാൻ 12 6 കൂടെ വേണം, 18 ഈ കുറഞ്ഞതുകൂടെ ചേർന്ന് 21 മാർക്ക് വേണം ഇവിടെ. ഓക്കെ, 21 മാർക്ക് നിങ്ങൾക്ക് ടോട്ടൽ വേണം. അപ്പോൾ ഈ 15ൻ്റെ കൂടെ 21 ചേരുമ്പോൾ 36 ആയിക്കോളും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാം. അവിടെ നിങ്ങൾ +2 വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഞാൻ പ്രത്യേകം പറഞ്ഞു, പലയിടത്തും ചെല്ലുമ്പോൾ +2 വളരെ ഇമ്പോർട്ടൻ്റ് ആവും. ഈ കേസ് നോക്കിയാൽ ഏറ്റവും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് +1 10 +2 17. ഇവിടെ ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിൽ +1 എനിക്ക് എങ്ങനെ ജയിക്കണം, +2 17 ഉണ്ടല്ലോ, 1 മാർക്കിൻ്റെ കുറവല്ലേ ഉള്ളൂ, വിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിട്ടിട്ട് ഇവിടുന്ന് നമ്മളൊരു 19 മാർക്ക് അങ്ങ് വാങ്ങും. ജയിക്കാൻ വേണ്ടി 19 മാർക്ക് വാങ്ങിച്ചു. ഈ 19 17 എത്രയായി? 36ആയി. അപ്പോഴും നിങ്ങൾ ഇവിടെ എഴുതുന്നില്ല എങ്കിൽ +1 വെച്ചുകൊണ്ടുള്ള രീതി കൂടെ +2 എന്ന് പറഞ്ഞ കോഴ്സ് പാസ്സാവും. പക്ഷേ +2 തനിയെ നോക്കുമ്പോൾ +2 ഫെയിലായി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് ഇവനെ അങ്ങ് മാത്രമായിട്ട് പഠിച്ചിട്ട് കൂടുതൽ പഠിച്ചാലും ഇതിൻ്റെ കൂടെ, കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് 17 ഉണ്ട്, 1 മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ 18ആയി അല്ലേ? ബാക്കി ഇവിടുത്തെ ഒരു 8 കൂടെ ചേർത്ത് അങ്ങ് വാങ്ങിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ നമുക്ക് 10 ഉണ്ടല്ലോ, ഇവിടുന്ന് ഇപ്പോൾ ഒരു 17 1 നമുക്ക് കഴിയുമ്പോൾ 18 ആവും. പിന്നെ നമുക്ക് ഒരു 8 കൂടെ ആവുമ്പോൾ 8 ആവുമ്പോൾ 17 അല്ലേ? അപ്പോൾ 17 ഇവിടുത്തെ 10ഉം 10 വേണ്ടായാലും 8 1 9 ഇത്രയും വേണം, നമുക്ക് വേണം. അപ്പം 17 26 മാർക്ക് സെക്കൻഡ് ഇയറിൽ വാങ്ങിച്ചാലും മതി. ഓക്കെ, ഇവനെ അങ്ങ് വിട്ടാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇവനെയും കൂടെ അങ്ങ് എഴുതുക. എന്തായാലും 10 ഉള്ളൂ, പോകാൻ പറ. നമുക്ക് എന്തായാലും ഇന്ന് എഴുതി 10ലൊക്കെ കൂട്ട് വാങ്ങാം. അപ്പോൾ 10 കൂടിയാൽ ഇവൻ്റെ നിർത്തരം വേണ്ട. അപ്പം ഞാൻ ഈ കേസിൽ ഇത് 2 നിങ്ങൾ എഴുതുന്നതായിരിക്കും നല്ലത്. +1 എഴുതുക, +2 എഴുതുക. അല്ലാതെ +2 നിങ്ങൾ എഴുതാതിരിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഇത് മാത്രമായിട്ട് എഴുതി ഇവിടുത്തെ 17 ഉണ്ടല്ലോ, ഒന്നുകൂടെ ഇവിടെ നിന്ന് കൂടുതൽ വാങ്ങിച്ച് അവന് എഴുതാതെ അങ്ങ് രക്ഷപ്പെടാമെന്ന് വെച്ചാൽ +2 തനിയെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഫെയിലായിരിക്കുകയാണ്. +2ൻ്റെ മാത്രം. ഓക്കെ, +2 കോഴ്സ് നമുക്ക് ചിലപ്പോൾ ഇവനെ വെച്ചുകൊണ്ട് ജയിക്കാമെങ്കിലും +2 തനിയെ നോക്കുമ്പോൾ ഫെയിലായിരിക്കുകയാണ്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ പിന്നെ മായ്ക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് ജീവിതത്തിൽ കിടക്കും. ഓക്കെ, അതുകൊണ്ട് ഈ കേസിൽ നിങ്ങൾ 2ഉം എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ ചുരുക്കത്തിൽ +2 മാത്രമായിട്ട് ഫെയിലായുള്ള ഒരാൾ ഉറപ്പായിട്ടും +2 പാസ്സായിരിക്കണം. അതിൻ്റെ കൂടെ +1 എഴുതുന്നെങ്കിൽ എഴുതുക, +1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, +2 നിങ്ങൾ ഉറപ്പായിട്ടും എഴുതണം. അതൊന്ന് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ്. പലരുടെയും പല ഡൗട്ട്സുകൾ ഇങ്ങനെ എനിക്ക് ഒത്തിരി അവരുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്നൊക്കെ നമുക്ക് പല രീതിയിൽ കൂടെ കിട്ടിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങളോട് എത്തിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ കൂടെ പഠിക്കുക, നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും ഫോളോ ചെയ്യുക, മാക്സിമം എല്ലാവരോടും ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.